കേരള ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വാർത്തകളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻ ഇന്ത്യൻ പേസർ ശ്രീശാന്തിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഥവാ KCA ഏർപ്പെടുത്തിയിരുന്ന 3 വർഷത്തെ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച വിഷയത്തിന് ഇതോടെ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വിലക്ക് എന്തുകൊണ്ടായിരുന്നു? എന്താണ് ഇപ്പോൾ മാറിയത്? ശ്രീശാന്ത് എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നും വികാരങ്ങളോടെയാണ് ആരാധകർ ഓർക്കുന്നത്. 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു ശ്രീശാന്ത്. തന്റെ ആക്രോശവും പോരാട്ട വീര്യവും കൊണ്ട് ആരാധകരെ നേടിയെടുത്ത താരമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയർ വിവാദങ്ങളും തിരിച്ചടികളും നിറഞ്ഞതായിരുന്നു. സ്പോട്ട് ഫിക്സിംഗ് ആരോപണങ്ങൾ, BCCIയുടെ വിലക്ക്, കോടതി വിധികൾ, തിരിച്ചുവരവ് ശ്രമങ്ങൾ എല്ലാം ചേർന്നാണ് ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ജീവിതം രൂപപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വാർത്തകൾ നിറയാൻ കാരണം KCA എടുത്ത പുതിയ തീരുമാനമാണ്. കുറച്ചു മാസങ്ങൾ മുമ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രീശാന്തിനെതിരെ 3 വർഷത്തെ വിലക്ക് പ്രഖ്യാപിച്ചത്. കാരണം KCAയുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. ആ പരാമർശങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായ ബാധിച്ചുവെന്നാണ് KCAയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീശാന്തിന് KCAയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് 3 വർഷത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയത്. ഈ നടപടി വലിയ ചർച്ചയായി. മുൻ അന്താരാഷ്ട്ര താരത്തോട് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ശരിയായിരുന്നു എന്ന ചോദ്യവും ഉയർന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. ശ്രീശാന്ത് KCAയ്ക്ക് നിരുപാധികം മാപ്പ് പറഞ്ഞതോടെയാണ് അസോസിയേഷൻ നിലപാട് പുനഃപരിശോധിച്ചത്. അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷ പരിഗണിച്ച ശേഷമാണ് വിലക്ക് പിൻവലിക്കാൻ KCA തീരുമാനിച്ചത്. അതിനർത്ഥം ഇനി കേരള ക്രിക്കറ്റ് ലീഗിൽ ഉൾപ്പെടെ KCAയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള വഴി ശ്രീശാന്തിന് വീണ്ടും തുറന്നിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ തീരുമാനം ഒരു ഒത്തുതീർപ്പിന്റെ സന്ദേശം കൂടിയാണ് നൽകുന്നത്. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരുവിഭാഗവും പരസ്പരം കടുത്ത വിമർശനങ്ങളിലായിരുന്നു. സോഷ്യൽ മീഡിയയിലും വാർത്താ സമ്മേളനങ്ങളിലും പരസ്പരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത്തരം സാഹചര്യത്തിൽ ശ്രീശാന്ത് മാപ്പ് പറയുകയും KCA അത് അംഗീകരിക്കുകയും ചെയ്തത് തർക്കത്തിന് വിരാമമിടാനുള്ള നീക്കമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. ഇനി വലിയ ചോദ്യം, ഇതോടെ ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ജീവിതത്തിന് പുതിയ അധ്യായം തുറക്കുമോ? പ്രായം കൂടിയെങ്കിലും മത്സര ക്രിക്കറ്റിനുള്ള അദ്ദേഹത്തിന്റെ ആവേശം ഇന്നും അവസാനിച്ചിട്ടില്ലെന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ സജീവമായി പങ്കെടുക്കാൻ ഈ തീരുമാനം സഹായകരമാകും. അതോടൊപ്പം യുവതാരങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന റോളിലും ശ്രീശാന്തിനെ കാണാൻ സാധ്യതയുണ്ട്. ശ്രീശാന്തിന്റെ ജീവിതം നോക്കിയാൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയും കാണാം. ഒരിക്കൽ ലോകകപ്പ് ജേതാവ്, പിന്നീട് വിലക്കിയ താരം, വീണ്ടും തിരിച്ചു വന്ന പോരാളി, ഇപ്പോൾ വീണ്ടും കേരള ക്രിക്കറ്റിൽ അവസരം ലഭിക്കുന്ന മുൻ അന്താരാഷ്ട്ര താരം. ഈ യാത്ര എളുപ്പമായിരുന്നില്ല. പലരും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചു എന്ന് കരുതിയ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം പോരാട്ടം അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദം ഇന്നുമുണ്ട്. അതേസമയം ഈ തീരുമാനം എല്ലാവരും ഒരേ രീതിയിൽ കാണുന്നില്ല. ചിലർ പറയുന്നത് മാപ്പ് പറഞ്ഞതോടെ വിഷയം അവസാനിപ്പിച്ചത് നല്ല തീരുമാനമാണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ആദ്യം തന്നെ ഇത്തരമൊരു വിലക്ക് വേണ്ടിയിരുന്നില്ല എന്നതാണ്. ഇനി ചിലർ ചോദിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണോ എന്നുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുമെന്നത് ഉറപ്പാണ്.